കണ്ടോളി. പാലക്കാടാണ് സ്ഥലം. ഒരു വെറൈറ്റി കൃഷി ഞാൻ ഫസ്റ്റ് കാണാണ്. ഇങ്ങനത്തെ ഒരു കൃഷി വെറൈറ്റി കൃഷിയാണ്. കണ്ടോളി. എല്ലാത്തിനും മരുന്ന്, പ്രകൃതി, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ പ്രകൃതി മരുന്നുകളുണ്ട്. പക്ഷെ നമ്മളതിലേക്ക് എത്തിപ്പെടുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് ഈ സാധനം. എല്ലാവരും പറിച്ചും ഒഴിവാക്കി കളയുന്ന അതാണ് ഈ സാധനം, നായ്ക്കൊരനൻ. ഇത് വളരെ ഔഷധ ഗുണവും ഒരു നല്ലൊരു മരുന്നും കൂടി ആണ് ഈ സാധനം. ചേട്ടാ, നിങ്ങളെന്താണല്ലോ ഈ കൃഷി? നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജെയ്സൺ എന്നാണ്. നമ്മളിപ്പോ നമ്മുടെ ഒരു പാർട്ണർ ഉണ്ട്, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ട്. ആളിപ്പോ സ്ഥലത്തില്ല അതുകൊണ്ടാണ് വരാത്തെ. നമുക്ക് എല്ലാവിധ സഹായവും ചെയ്തു തരുന്ന, ഇതിന് സഹായങ്ങൾ ചെയ്ത് തന്നെ. നിങ്ങളുടെ പേരെന്താണ്? ജയരാജ്. ഓക്കെ. എല്ലാവിധ സഹായത്തിനും എപ്പോഴും കൂടെ ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു വെറൈറ്റി കൃഷിയാണല്ലോ കേട്ടോ, പൊതുവെ കാണാത്ത. ഇതെന്താ നിങ്ങൾ ചെയ്യാൻ കാരണം? ഇതിപ്പോ നമുക്ക് നായ്ക്കോറിന പരിപ്പിന്റെ കൃഷിയാണ്. നായ്ക്കോറിന പരിപ്പിന്റെ കൃഷി. ഇതിന്റെ ഔഷധ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് ഇതിന് കൃഷിയിലേക്ക് ഇറങ്ങിയത്. 8 വർഷമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. 8 വർഷമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് തന്നെ. ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതികൾ? കൃഷി രീതി വെച്ചാൽ നമ്മൾ പുതുമഴ പെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇതിന്റെ വിത്തിടുക. പുതുമഴ പെയ്യുമ്പോൾ ഇതിന് വിത്തിടും. പിന്നൊരു 6 മാസമാണ് കൃഷിയുടെ കാലാവധി വരുന്നത്. 6 മാസം. 2.5 മാസമൊക്കെ ആകുമ്പോൾ പൂക്കൾ ഇടാൻ തുടങ്ങും. കഴിഞ്ഞാൽ ചെറിയ ചൊറിച്ചിൽ തുടങ്ങും. പിന്നെ പ്രോസസ്സിംഗ് പൂർത്തിയാകുന്നത് വരെ ചൊറിച്ചിൽ തന്നെ ആയിരിക്കൂലേ? അപ്പൊ ഇത് എങ്ങനെയാണ് വിളവെടുക്കല്? ഇതിന്റെ വിളവെടുപ്പ് ഭയങ്കര ദുഷ്കരല്ലേ? രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും സൂര്യ ഉദിക്കുന്നതിന് മുന്നേ പറിക്കണം. മഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് 5 മണിക്ക് വന്നിട്ട് നമ്മൾ പറിക്കണം. ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വിളവെടുക്കും. 2-3 മണിക്കൂർ ഒരു ദിവസം വിളവെടുക്കാൻ പറ്റുള്ളൂ. 2-3 മണിക്കൂർ. വെയിൽ ഉദിച്ച് കഴിഞ്ഞാൽ പിന്നെ പറിക്കാൻ പറ്റില്ല. ചൊറിച്ചിലായിരിക്കും. ചൊറിച്ചിൽ കൂടുതൽ. അപ്പൊ പിന്നെ നമുക്ക് വിളവെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ തന്നെ ചൊറിയുന്നില്ലേ നിങ്ങൾക്ക്? ചൊറിയുണ്ട്. നമുക്ക് ഇതിനുള്ളിൽ ചൊറിയുണ്ട്. അപ്പൊ നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാം. ഓക്കെ. അവിടെ ഇരിക്കാം നമ്മള്. ഇത് വിളവെടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ് എങ്ങനെയാണ്? നമ്മൾ രാവിലെ വന്നത് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു ടാർപോൾ ഷീറ്റ് വിരിച്ച് തുറസായ സ്ഥലത്ത് സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്നിടത്ത് നമ്മൾ ടാർപോൾ ഷീറ്റ് വിരിച്ച് അതിൽ നമ്മളിത് പരത്തിയിട്ട് കഴിഞ്ഞിട്ട് നമ്മളത് പൊതുവര പോലുള്ള നെറ്റ് അതിന്റെ മുകളിലിടും. കാരണം എന്താ വെച്ചാല് ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടുന്ന സമയത്ത് ഈ മുകളിൽ കാണുന്നതാണ് ചൊറിയുന്ന പൊടി. അതിന്റെ മുകളിലാണ് ഗോൾഡ് കളറിലെ പൊടി, ചൊറിയുന്ന പൊടി. ഇത് തൊട്ടാൽ ചൊറിയും. ഇപ്പൊ ക്യാമറയ്ക്ക് വേണ്ടി ഒരെണ്ണം പൊട്ടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ പൊതുവല പോലെ നെറ്റ് അതിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ട് 1 മാസത്തോളം സൂര്യപ്രകാശത്തിലിടും. അപ്പൊ വെച്ചാല് ഇതിന്റെ ചൊറിയുന്ന പൊടിയും അതുപോലെ തോടും പൊട്ടുമ്പോ അതിന്റെ വിത്ത് പൊട്ടി വരുമ്പോ വിത്തും വരും. ഓട്ടോമാറ്റിക് പൊട്ടിയിരിക്കും. അങ്ങനെയാണല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ മണലരിക്കുന്ന അരിപ്പയിലിട്ട് കഴിഞ്ഞിട്ട് കുറേശ്ശെ ഇട്ട് നമ്മൾ അരിക്കും. അരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ചൊറിയുന്ന പൊടി തോടും കൂടി താഴേക്ക് പോകും. തോട് നമുക്ക് കിട്ടും. ഒഴിവാക്കിയിട്ട് വീണ്ടും നമ്മൾ അതിനേക്കാളും കണ്ണി അടുപ്പുള്ളിലിട്ടായിരിക്കും. നമുക്ക് എന്താ വെച്ചാല് ആ സീഡ് അതിന്റെ വിത്ത് നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യം സീഡ് നമുക്ക് കിട്ടും. ചൊറിയുന്ന പൊടി താഴേക്ക് പോകും. അപ്പൊ കഴിഞ്ഞ് പിന്നെ സാധാരണ നമ്മൾ പൊടിക്കും. പിന്നെ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് ആയി കഴിഞ്ഞിട്ട് നമ്മൾ 1 കിലോ വിത്തിന് ഈ സീഡിന് നമ്മൾ 2 ലിറ്റർ പാൽ എന്നുള്ള കണക്ക് നമ്മൾ പാലിൽ സംസ്കരിച്ചെടുക്കും. ഇതെടുക്കണം, ഇട്ട് വെക്കണം. അല്ല, പാലിൽ നമ്മൾ പുഴുങ്ങും. പാലിൽ പുഴുങ്ങണം. ആ പാലിൽ പുഴുങ്ങിയിട്ട് നമ്മൾ വീണ്ടും ഇത് നമ്മൾ സൂര്യപ്രകാശത്തിലിട്ട് ഉണക്കണം. അത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് ഇതുപോലെ തന്നെ നമ്മൾ പാലിലിട്ടിട്ട് നമ്മൾ വീണ്ടും പുഴുങ്ങും. രണ്ട് വട്ടം. രണ്ടാമത്തെ വട്ടം. ഒരു വട്ടം ഉണങ്ങി പിന്നെ രണ്ടാമത് പ്രോസസ് ചെയ്യും. അതെ. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഈ പരിപ്പിന്റെ മുകളിലുള്ള കറുത്ത തോട് കട്ടാണ്, വിഷാണ്. അപ്പൊ അത് നമുക്ക് പാരമ്പര്യമായിട്ടൊരു കല്ലിലിട്ട് നമ്മൾ ഇത് തോട് കളയും. തോട് കളഞ്ഞിട്ട് നമ്മൾ 3ാമത്തെ പ്രാവശ്യം ഈ ചെയ്ത പോലെ തന്നെ ആ പ്രോസസ്സിങ് പൂർത്തീകരിക്കും. പാലില് 3 പ്രാവശ്യം. എന്നിട്ട് നമ്മൾ അത് തണലിലിട്ടിട്ട് ഉണക്കാം. അപ്പോഴാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന പൊടിയായിട്ട് മാറുള്ളൂ. അല്ലാതെ ആവൂല. അപ്പൊ നല്ല പണിയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഗുണം അതേപോലെ തന്നെ അത് നല്ല ഗുണമാണല്ലേ? നമ്മുടെ സാധാരണ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു 75-80% അസുഖങ്ങൾക്കൊക്കെ ഇത് ഏറ്റവും ഒരുവിധ അസുഖങ്ങൾക്ക് മരുന്നാണ്. അതുപോലെ അല്ല, നമ്മളെ ഈ ബൈബിളിലും ഖുറാനിലും എല്ലാത്തിലും പറഞ്ഞിരിക്കണേ നമ്മളെ പ്രകൃതിയിൽ നമുക്കുള്ള മരുന്ന് പ്രകൃതി തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ടെത്തണില്ല എന്നല്ലേ? എനിക്കിവിടെ വന്നപ്പോ അതിന്റെ ഉത്തരാണ്
കറക്റ്റ് അല്ലേ? ഞാൻ ഖുർആൻ നിങ്ങൾ എൻ്റെ പേര് ജയ്സനാണ്. ബൈബിളല്ലേ? എല്ലാത്തിലും ബൈബിളിലും ഖുർആനിലും ഒക്കെ പറഞ്ഞേ നിങ്ങളെ പ്രകൃതിയിലും നിങ്ങൾ ചുറ്റുപാടത്ത് തന്നെ നിങ്ങൾക്ക് ഓരോ അസുഖത്തിനും മരുന്ന് തന്നെന്ന് പറഞ്ഞു പ്രകൃതി. പക്ഷെ നമ്മൾ കണ്ടെത്തണില്ല. നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്കും ഇംഗ്ലീഷ് മരുന്ന് കുടിക്കും, പിന്നെ അത് വേറൊരു അസുഖത്തെയും മാറും. നമ്മൾ എല്ലാത്തിനും പ്രകൃതി തന്നെ മരുന്നുണ്ട് അല്ലേ? അത് നമ്മൾ കണ്ടെത്തില്ല. പക്ഷെ അതിന് ഞാൻ ഇവിടെ വന്നപ്പോൾ അതിൻ്റെ ഒരു ഉത്തരമാണ് എനിക്ക് ഇത് കിട്ടിയത്. ഞാൻ ഇതുവരെ കൂടി കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കൃഷി. പക്ഷെ പ്രകൃതിന് തന്നൊരു മരുന്ന്, വളരെ ഉത്തമമായ ഒരു മരുന്നാണ്. തീർച്ചയായിട്ടും പറഞ്ഞ ഉത്തരം കറക്റ്റ് അല്ല പറഞ്ഞേ? അതാണ്. പിന്നെ അതല്ല വേറെ വിഷയം കിടക്കുന്നുണ്ട്. നമ്മളിപ്പോ ചെറുപ്പത്തിലൊക്കെ വലിയ പ്രായമൊക്കെ പറയാം, ഈ മൃഗങ്ങളൊക്കെ നായി, ഉദാഹരണം പറയാം, ഒരു നായി ഇപ്പോൾ അറ്റങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറ്റങ്ങളാണ് ഏതെങ്കിലും ഇല പോയി കടിക്കണേ. ഞാൻ പറയുന്നത് കേട്ട സംഭവം കണ്ടും ചെയ്തുകൊണ്ടാണ്. നമ്മൾ ചില സമയത്ത് ഇത് പുല്ലുന്നു, പക്ഷെ അതങ്ങനെയല്ലല്ലോ. അറ്റങ്ങൾക്ക് എന്തെങ്കിലും വയറുവേദന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ ആ പുല്ല് കഴിക്കാന്നാ പറയണേ. അവർക്കറിയാനും മെഡിസിൻ മണത്തിട്ട്. പക്ഷെ നമ്മളെ ബുദ്ധിയിൽ നമുക്കറിയാൻ പറ്റണില്ല. പക്ഷെ ദൈവം നമ്മൾ പറഞ്ഞു, പക്ഷെ നമ്മൾ കേൾക്കണില്ല. പക്ഷെ അതിനൊരു ഉദാഹരണം ഇവിടെ കണ്ടു. ഇതിപ്പോൾ ആർക്കും വേണ്ടാതെ പറിച്ച് കളയുന്ന ഒരു സാധനമാണല്ലോ, ആരും തൊടും കൂടി ഇല്ല. അപ്പോൾ ഇതിന് ഉദാഹരണം പറഞ്ഞതാണ്. പ്രകൃതി നമുക്ക് തന്നൊരു മെഡിസിനാണിത്, ഏറ്റവും നല്ല മെഡിസിനാണ്. പിന്നെ ഇത് കാര്യപ്പെട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെട്ടത് നിങ്ങളെന്ന് പറഞ്ഞേ, കൂടുതൽ ഉപയോഗിക്കണേ സാധാരണ ഇപ്പം നമ്മള് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും താല്പര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ ഉദാഹരണശേഷി ടൈമിങ് ചില മക്കളുണ്ടാവാത്ത അവസ്ഥക്ക് മരുന്നാണ്. ആണുങ്ങൾക്ക് കൗണ്ടില്ലാത്തതിന്റെ മക്കളുണ്ടാത്ത അവസ്ഥ വരാണ്ട്. അത് കുറെ ഇപ്പൊ ഞാനതിൽ പെട്ട ഒരാളായിരുന്നു, മെഡിസിൻ കുറെ കഴിച്ചിരുന്നു. അപ്പം ഇത് അതിന് പറ്റിയ നല്ല മരുന്ന്. കാരണം ഒത്തിരി പൈസ ചെലവാക്കേണ്ട ആൾക്കാർ, ഒത്തിരി പൈസ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളോളം ചെലവാക്കിയിട്ടും കുട്ടികളില്ലാതെ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല മരുന്നാണ് അത്. ആണ്. നമുക്കിപ്പോ 100 പേര് കഴിക്കുമ്പോൾ 100 പേർക്ക് റിസൾട്ട് ഉണ്ടാവും നമുക്ക് പറയാം. അത് പറയാൻ പറ്റും. അത് ഓരോരുത്തരുടെ പ്രകൃതിയാണ്, പറ്റില്ല. അത് ഓരോരുടെ ശരീരത്തിലുള്ള ഇതാണ്. പക്ഷെ എന്നാലും ഒരുവിധമൊക്കെ പിന്നെ കേടുമില്ലല്ലോ. പിന്നെ അപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ 1% പോലും സൈഡ് എഫക്ട് ഉണ്ടാവൂല. മറ്റേതിൽ ഇംഗ്ലീഷ് മരുന്ന് അത്രയും എഫക്റ്റ് ആണ്. നമ്മളിപ്പോ ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അതുപോലെ കൗണ്ട് ഇല്ലാത്തവർക്ക് കൗണ്ട് വർദ്ധിപ്പിക്കാനും അതുപോലെ ഇതിനൊക്കെ സ്ത്രീകളുടെ PCOD ആർത്തക്രമക്കേട് പ്രശ്നങ്ങൾ ഒക്കെ പറ്റൂല. അതുപോലെ തന്നെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കണം. കാരണം നമ്മളുടെ മനുഷ്യ ശരീരം നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത് നമ്മുടെ തലച്ചോറിലുള്ള നമ്മുടെ ശരീരത്തിലെ നാടിഞ്ഞരമ്പുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പോകുന്നത്. അതിന് ഉത്തേജനം കുറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്ക് വല്ല ശരീരത്തിൽ ക്ഷീണങ്ങളോ വേദനകളോ അല്ല ഉറക്കലായ്മ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടില്ല. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഉണ്ടാവുന്ന കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ഈ മരുന്ന് മെയിനായിട്ട് ഇപ്പൊ മലയാളികൾക്ക് അസുഖമാണ് പ്രഷറും ഷുഗറും. അതും അതിനൊക്കെ ഉത്തമമാണ്. പിന്നെ നമുക്ക് വാദസംബന്ധമായ പ്രശ്നങ്ങളുണ്ടല്ലോ, അതിനൊക്കെ അറിയാലോ. ഒരുവിധം മനുഷ്യരുടെ അസുഖത്തിന് ഫുൾ മെഡിസിൻ തന്നെയാണ്. ചില ആൾക്കാർ കൈയും കാലും തലയൊക്കെ വേർക്കാൻ കണ്ടിട്ടില്ല, പാർക്കിൻസ് രോഗം, കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും മരുന്നാണല്ലേ? മരുന്നാണല്ലേ? കഴിക്കേണ്ട കോഴ്സും കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിപ്പോ നമ്മള് വിളിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളിപ്പോ സ്റ്റോക്ക് ഉണ്ട്, സാധനം പൊടിയൊക്കെ സ്റ്റോക്ക് ഉണ്ടല്ലേ? ഓക്കെ. സാധാരണ ഇപ്പൊ ഇത് ശ്വാസമുട്ടും ആസ്മയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു കഴിക്കരുത്. ഗർഭിണികളായിരിക്കും സ്ത്രീകൾ, മുലയൂട്ടുന്ന അമ്മമാരും ആ കാലയളവിൽ സമയത്ത് കഴിക്കാൻ പാടില്ല. ശ്വാസമുട്ടും ഡോക്ടർ മറ്റേ ആസ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർ ചികിത്സിക്കുന്ന ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അവർക്ക് അസുഖം അവർക്ക്. ഇത് വലിയൊരു തോട്ടാണ്, കണ്ടോ? 2 ഏക്കർ ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഏകദേശം വിളവെടുക്കാറായി. ഇല ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇതിന് വിളവെടുക്കും, പിന്നെ അടുത്ത ഇതാകുമ്പോൾ പിന്നെയും നടും. ഇതാണ്. എന്നാൽ ശരി, ഓക്കെ അല്ലേ? ഇതാണ് ഈ നായ്ക്കുരണം. ഇതിൻ്റെ പരിപ്പ് 3 വട്ടം പാലിൽ പ്രോസസ്സ് ചെയ്ത് ഉണക്കായിട്ടില്ല, ഇനി ഉണക്കണം. ശേഷം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതാണ് ഇതിൻ്റെ പൊടി, ഇതിൻ്റെ പൊടി കണ്ടോ? ഇതാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുക. ഫൈനൽ ലാസ്റ്റ് രൂപത്തിൽ നമ്മളെ കൈകളിൽ എത്തുക. ഇതാണ് ഇതിൻ്റെ പൊടി. എല്ലാ ഇതും കഴിഞ്ഞ് പ്രോസസ്സും കഴിഞ്ഞ് നല്ല ഇത് പൊടി. ഇതാണ് മരുന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞ മരുന്ന്. ഇതുപോലെ ആയിരിക്കും. ഓക്കെ.